വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് പിന്മാറിയാലും നീ സമ്മതിക്കില്ലല്ലേ? നിന്നെ കൊണ്ട് ഒപ്പിടിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. നിന്നെ ഇന്ന് ഞാൻ ശരി. അതെ, രജിസ്റ്റർ റെഡിയാണെന്ന് ഞാൻ കൂട്ടിക്കൊണ്ടു. വേഗം വേണം, ഒരാൾക്കും സംശയം തോന്നാം. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. രജിസ്ട്രാറെ കൊണ്ടുവരാൻ വേണ്ടി ആരുദ്ധം പോയത്. നിന്റെ മൊത്തം സ്വത്തിന്റെ 15% രജിസ്ട്രാർക്ക് ഞാൻ കൊടുക്കാമെന്ന് ഓഫർ ചെയ്തിരിക്കുന്നത്. അപ്പൊ പിന്നെ വരാതിരിക്കൂ. അണ്ണാ അണ്ണാ അവിടെ നോക്കിയോ? അവിടെ എല്ലാം നോക്കിയണ്ണ, കാണുന്നില്ല അണ്ണ. നീ എന്ത് ചെയ്യാൻ? പാടോ. ജയസേ, ജയസേ, എന്താ? ജയേഷിനെ ഒന്ന് വിളിക്കണം. അവനിവിടെ ഇല്ല. എവിടെ പോയി? അറിയില്ല, കുറെ നേരമായി പോയിട്ട്. സെർച്ച് അമ്മ, താ മോളിൽ പോയി നോക്ക്. കാര്യം എന്താ? കാര്യം എന്താണെന്ന് വഴി അറിഞ്ഞോളൂ. നിങ്ങളുടെ മോനൊരു പക്ക ക്രിമിനലാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. എന്താ അവൻ ചെയ്ത തെറ്റ്? എന്താണ് അവൻ ചെയ്ത ശരിയെന്ന് ചോദിക്കുന്നത് നല്ലത്. ബാനു അവസാനമായി കണ്ടത് ജയേഷിനെയാണെന്നും ബാനു അവനെ കണ്ടത് എന്തിനാണെന്നും വ്യക്തമായി മനസ്സിലായി കഴിഞ്ഞു ഞങ്ങൾക്ക്. ഇനി അവനാണ് ബാനുവിന്റെ മിസ്സിങ്ങിന് പിന്നിലെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ബാക്കി ഞാൻ നോക്കിക്കോളാം. ഞങ്ങളുടെ സേതുവേട്ടനായിരുന്നു ശരി. സേതുവേട്ടന്റെ കാഴ്ചപ്പാടുകളായിരുന്നു ശരി. അവനെ ഞങ്ങൾ പൊക്കിക്കോളാം. അല്ല, അവന്റെ അച്ഛനിവിടെ ഇല്ലേ? ഞങ്ങളുടെ പുന്നാര മാമൻ. ഇല്ല, അച്ഛനും മോനും ഫ്രോഡാ. നമ്പർ 1 ഫ്രോഡുകള്. എന്തായിടോ സാർ? അവിടെ ഒന്നും കണ്ടില്ല സാർ. മേളൊന്നും ആരുമില്ല. കരുതിയിരുന്നോ? വാടോ. നീ ഇങ്ങനെ കുന്തം വിഴുങ്ങിയതുപോലെ നിൽക്കാതെ മോഹനെ മോനെ വിളിച്ച് കാര്യം പറയേ. കിട്ടുന്നില്ലേ? ഇല്ലമ്മേ, സ്വിച്ച് ഓഫ് പറയുന്നേ. നീ മോനെ വിളിച്ചേ. അവനെയും കിട്ടുന്നില്ലേ? ഇല്ലമ്മേ. അവന് വേറൊരു നമ്പറില്ലേ? അതിലൊന്ന് വിളിച്ചു നോക്കിയേ. ആ നമ്പർ കാണാതെ എനിക്ക് അറിയില്ല അമ്മേ. മോഹനെ അറിയൂ. അണ്ണാ, ആ കടയിൽ നിന്ന് സാധനം വാങ്ങിയിട്ട് പോകുന്ന മറ്റവനല്ലേ? ആര്? ആ അനിരുദ്ധന്റെ പഴയ ഡ്രൈവർ. അവൻ തന്നെ. ഇവനാണ് ആ പാവന സിസ്റ്റർ വണ്ടി ഇടിച്ച് കൊല്ലാൻ നോക്കിയത്. അതെ, അവൻ തന്നെ.
ഇവൻ ആരാ അണ്ണ ജാമ്യത്തിൽ ഇറക്കിയത്? അതിന് ശിക്ഷിച്ചിട്ട് വേണ്ട ജാമ്യത്തിൽ ഇറക്കാൻ. അണ്ണാ നമുക്ക് അവന്റെ പിന്നാലെ പോയാലോ? അതെടാ എനിക്കും അങ്ങനെ തോന്നുന്നു. വാ നീ കയറി. പെട്ടെന്ന് പോ അണ്ണാ, പെട്ടെന്ന് പോ. നമ്മളാരും വിചാരിക്കുന്നത് പോലെ അല്ല ഭാവന പലരും. താനും തന്റെ കുടുംബവും ഇനി വേരോടെ നശിച്ചാലും ആ മോഹനും കുടുംബത്തിനും ഒരു വിഷമവും കാണില്ല. അതിന്റെ തെളിവാ ഇപ്പൊ നമ്മൾ അവിടെ കണ്ട ആഘോഷം. താൻ കേറ്. ദൈവമായിട്ടാ ഈ സമയത്ത് നമുക്കവിടെ പോകണമെന്ന് തോന്നിപ്പിച്ചത്. വല്യമ്മയാ സൂര്യ ഇപ്പൊ തന്നെ സൂര്യൻ വിളിച്ചോണ്ട് അവിടെ പോയി സംസാരിക്കാൻ പറഞ്ഞത്. പക്ഷെ നമ്മൾ അവിടെ പോയപ്പോ കണ്ട കാഴ്ച എന്താ? കൂടിയിരുന്ന് സദ്യ കഴിച്ച് ആഘോഷിക്കുന്നു മനുഷ്യത്വമില്ലാത്ത വർഗങ്ങൾ. മനുഷ്യ ജന്മങ്ങളാണെങ്കിലല്ലേ മനുഷ്യത്വം ഉണ്ടാവൂ ഭാവന. ആ കുടുംബത്തിൽ ഒരാൾക്ക് പോലും അങ്ങനെയൊന്നുമില്ല. ഒന്നും വേണ്ടായിരുന്നു സൂര്യ. അന്ന് തന്നെ ഭാനു അവനുമായിട്ടുള്ള ബന്ധം വേണ്ടെന്ന് വെച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഇവൻ എത്രയ്ക്ക് പ്രശ്നക്കാരനാണെന്ന് ആരറിഞ്ഞു? പണത്തിന് വേണ്ടി മാത്രമാ അവൻ തന്റെ കുടുംബമായിട്ട് അടുക്കാൻ ശ്രമിച്ചത്. ഇതിൽ കൂടുതൽ എന്ത് തെളിവാ വേണ്ടത്? പബ്ലിക്കിന് മുന്നിൽ പക്ക പെർഫെക്റ്റ് ആണ് അവരെന്ന് ഇപ്പൊ എനിക്ക് ബോധ്യമായിരിക്കുന്നു സൂര്യ. ഇതുപോലുള്ളവരുടെ കെണിയില്ല പലരും വീണു പോകുന്നത്. ഇനിയും നമ്മൾ അറിയാത്ത എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് ഭാവന. ഇല്ലെങ്കിൽ ആന്റിയെയും ഭാനുവിനെയും ഇങ്ങനെ ഒരുമിച്ച് കാണാതാവില്ലല്ലോ. മിക്കവാറും രണ്ടുപേരെയും ഒരാൾ തന്നെയാണ് കിഡ്നാപ്പ് ചെയ്യാൻ സാധ്യത. എനിക്ക് അങ്ങനൊരു സംശയമുണ്ട് സൂര്യ. ചിലപ്പോ ഭാനു എവിടെ ഉണ്ടെന്ന് അമ്മ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അങ്ങനെ അമ്മയും കുടുക്കിയതാണെങ്കിലോ? അമ്മ ഭാനുവിനെയും കൊണ്ടേ വരുന്നു പറഞ്ഞിട്ടാണ് അമ്പലത്തിലേക്ക് പോയതെന്നല്ലേ അരുന്ധതിയും ഭാമയും പറഞ്ഞത്? ശരിയാ ഭാവന. ചിലപ്പോ ആ വഴിക്കാവും ആന്റി മിസ്സായത്. അങ്ങനെയാണെങ്കിൽ ആന്റിയും ഭാനുവും അധികം ദൂരത്തേക്കൊന്നും പോയിട്ടുണ്ടാവില്ല. അടുത്തെവിടെയോ തന്നെ കാണും.